ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോവാം. നിന്റെ എല്ലാ നാടകവും പൊളിച്ചവനാണ് ഈ ഷാനവാസ്. അതുകൊണ്ട് നീ നിന്റെ നാടകവുമായിട്ട് ഇങ്ങോട്ട് വരണ്ട. ഈ നാടകം കളിച്ച് നിനക്ക് ഡയറക്ടേഴ്സിന്റെ അടുത്ത് എത്താനാണെങ്കിൽ ഞങ്ങളോട് പറ. ജിഷിനുണ്ടേ അപ്പുറത്ത്, ഞങ്ങളോട് പറ, ഞങ്ങൾ വഴി ഉണ്ടാക്കി തരാം. നീ അതിനായിട്ട് എന്നെ യൂസ് ചെയ്യുമായിരുന്നല്ലേ. ചീപ്പ് നാടകം നടത്തരുത് അനീഷ്. സൗഹൃദത്തിന്റെ വില നീ എന്നെ പഠിപ്പിക്കരുത്. സൗഹൃദത്തിന്റെ അങ്ങേയറ്റം കണ്ടിട്ടുള്ളവനാണ് ഈ ഷാനവാസ്. നിന്റെ ചോക്ലേറ്റ് കോയിൻ എടുത്തോണ്ട് പോയത് ആ പിള്ളേരാണ്. അവരതിന് ഫണ്ണായിട്ട് ചെയ്തതാണ്. അത് തിരിച്ചു നിനക്ക് തരാമെന്നാണ് ഞാൻ പറഞ്ഞത്. സൗഹൃദത്തിന്റെ ഇടയ്ക്ക് ഇത്തിരി തമാശയൊക്കെ വേണ്ടേ? പറഞ്ഞ കാര്യം തന്നെ റിപ്പീറ്റ് ആയിട്ട് പറയുന്നതും മുട കാണിക്കുന്നതും ഒന്നുമല്ല സൗഹൃദം. ഷാനവാസ് ഇപ്പൊ ലൈവില് അനീഷുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നതിനിടയ്ക്ക് പറഞ്ഞ കാര്യങ്ങളാണ്. ഇതിനൊക്കെ അനീഷിന്റെ മറുവാദങ്ങളുണ്ട്, പറയാം. ആദിലിക്ക് പിന്നാലെ രാവിലെ ഷാനവാസുമായിട്ടും അനീഷ് ഫൈറ്റ് ആയിരിക്കുകയാണ്. ഇവർ തമ്മിൽ സൗഹൃദമായപ്പോൾ ഇടയ്ക്ക് ഫൈറ്റിൽ ഒരു ബ്രേക്ക് വന്നതായിരുന്നു. പിന്നെ ഇപ്പൊ വീണ്ടും തുടങ്ങി. ഇവർ ഈ രീതിയിൽ തന്നെ നിൽക്കുന്നതാണ് കേട്ടോ നല്ലത്. എത്രയൊക്കെ ആണെങ്കിലും എതിരാളികൾ തന്നെയാണ് ഇവര്. ആ ഒരു ഡിസ്റ്റൻസ് ഇടുമെന്ന് അനീഷ് പറഞ്ഞതായിട്ട് എപ്പിസോഡിൽ കാണിച്ചിരുന്നു. ഇവര് രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്ന രണ്ടുപേരാണെന്ന് അനീഷ് തന്നെ പറയുന്നുണ്ട്. അനീഷ് പറയുന്നത് എന്താണെന്നറിയോ? ഹോട്ടൽ ടാസ്കിന്റെ സമയത്ത് ഈ വീട്ടിലെ എല്ലാവരും നിന്നെ ഒറ്റപ്പെടുത്തിയിട്ടും ഞാൻ നിന്റെ കൂടെ നിന്നു. ഈ വീട്ടിലെ എല്ലാവരുടെയും അപ്രീതി നേടിയിട്ടാണ് ഞാൻ നിന്റെ കൂടെ നിന്നത്. നിന്റെ അടുത്ത് നിന്ന് ഇങ്ങനെ ഒരു വിശ്വാസവഞ്ചന ഞാൻ പ്രതീക്ഷിച്ചില്ല. ആ കോയിൻ എനിക്ക് എന്റെ ജീവനേക്കാൾ മൂല്യമുള്ളതാണ്. ആദ്യമായിട്ടാണ് എനിക്ക് അങ്ങനെ ഒരു സമ്മാനം കിട്ടുന്നത്. എനിക്കിനി അവരെയൊക്കെ കാണാൻ പറ്റിയെന്ന് വരില്ല എന്നൊക്കെ അനീഷ് പറയുന്നുണ്ട്. ഇത് പറഞ്ഞതിന് ശേഷമാണ് ഷാനവാസ് റേസ് ആയിട്ട് ആദ്യം പറഞ്ഞ കാര്യങ്ങൾ പറയുന്നത്. പിന്നെ അനീഷ് പറയുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം, എനിക്ക് ചോക്ലേറ്റിന്റെ പ്രശ്നമല്ല, ചോക്ലേറ്റ് അല്ല എന്റെ പ്രശ്നം, ആ ഒരു കോയിനാണ് എന്റെ പ്രശ്നം. 1.5 ദിവസം ചിരിച്ചു കളിച്ച് ഞാൻ നിന്നു. ഷാനവാസിന്റെ ആക്ടിന്റെ കൂടെ നിന്നു. ഞാൻ ആരുടെയെങ്കിലും ഡ്രോയർ തുറന്ന് എന്തെങ്കിലും എടുക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ആ പ്രൈസ് കൊടുത്താൽ കിട്ടുന്ന ചോക്ലേറ്റ് എല്ലാവർക്കും ഈക്വൽ ആയിട്ട് ഞാൻ വീതിച്ച് തന്നേക്കാന്ന് അനീഷ് പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെ അനീഷ് പറയുന്നുണ്ട്. സൗഹൃദത്തിൽ നിന്ന് വെറും മറ്റേ പണി കാണിച്ചത് ഷാനവാസ് ആണ് എന്നുള്ളത് ലൈവ് നന്നായിട്ട് ഫോളോ ചെയ്യുന്നവർക്ക് മനസ്സിലാവും. കോയിൻ ആരുടെ കയ്യിലുണ്ട് എന്ന് അനീഷ് ചോദിക്കുന്ന സമയത്ത് ചിരിച്ചോണ്ട് ഷാനവാസ് പറയുന്നുണ്ട് എന്റെ കയ്യിലുണ്ട് എന്ന്. നീ എന്നോട് മൊടയും കാണിച്ച് മിണ്ടാതെ നിന്നത് കൊണ്ടാണ് ഞാൻ തരാതിരുന്നതെന്ന് ഷാനവാസ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇത്രയും പ്രേക്ഷകരുടെ മുമ്പിലേക്ക് അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതാണ് മറ്റേ പണി എന്ന് ഞാൻ പറഞ്ഞത്. 2 വഞ്ചിയിൽ കാലിട്ട് നിൽക്കുന്നൊന്നും അല്ല ആത്മാർത്ഥ സൗഹൃദം. ഒന്നെങ്കിൽ ആദിലയുടെ മറ്റേ പൊന്നിക്ക ആവാൻ പോവാ, അല്ലെങ്കിൽ അനീഷിന് നല്ല സുഹൃത്താവും. അല്ലാതെ ഈ 2 വഞ്ചി കാലിട്ട് നിന്നുള്ള പരിപാടി നടക്കത്തില്ല. ഷാനവാസ് ഇത്രയും വലിയ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നെങ്കിൽ അത് ആദിലയുടെ കയ്യിൽ നിന്ന് കിട്ടിയ പാടെ തന്നെ അനീഷിന് കൊടുക്കണമായിരുന്നു. കാരണം അത് അനീഷിന് വളരെയധികം ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണെന്ന് പുള്ളി തന്നെ പറയുന്നുണ്ട്. അപ്പൊ അത് ഷാനവാസിന് നല്ല രീതിക്ക് അറിയാം. അത് ചെയ്യാതെ ചുമ്മാ വർത്താനം പറഞ്ഞുകൊണ്ട് നിന്നിട്ട് കാര്യമൊന്നുമില്ല. ഇതെന്നിട്ട് കുറെ സമയമുണ്ട് കേട്ടോ ഇവരുടെ ഒരു തർക്കം. 10-25 മിനിറ്റ് നിന്ന് തർക്കിക്കുന്നുണ്ട്. ലക്ഷ്മിക്ക് ദേഷ്യം വന്ന് ലക്ഷ്മി റിയാക്ട് ചെയ്യുന്നുണ്ട്. അപ്പുറത്ത് ഇതൊക്കെ ലക്ഷ്മി കേട്ടോണ്ട് നിൽക്കുവാണല്ലോ. അപ്പൊ ലക്ഷ്മി 2 പറഞ്ഞതിന് ശേഷമാണ് ഇവര് നിർത്തുന്നത്. ഇപ്പം ലൈവിൽ ഇപ്പൊ വീണ്ടും തുടങ്ങിയോന്ന് അറിയത്തില്ല. കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.